ഫേസ്ബുക്കിൽ നമ്മളൊരു ആഡ് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഇതിൽ ഏത് ക്യാമ്പയിനാണ് യൂസ് ചെയ്യേണ്ടത്? എൻഗേജ്മെന്റ് ആണോ, അവയർനെസ് ആണോ, ട്രാഫിക് ആണോ, ലീഡ്സ് ആണോ, അല്ലെങ്കിൽ സെയിൽസ് ആണോ? ഇതിൽ ഏത് ക്യാമ്പയിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടാകുന്നത്? നമുക്ക് ഈ ക്യാമ്പയിൻസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ക്യാമ്പയിൻസുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഫസ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. ഈ എൻഗേജ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഇൻസ്റ്റയുടെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ ഫോളോവേഴ്സും ലൈക്സും ഒക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ക്യാമ്പയിൻ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്യാമ്പയിൻ ആണ് നമ്മുടെ അവയർനെസ്. അവയർനെസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അവയർനെസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അവയർനെസ് എന്ന് പറയുന്ന ക്യാമ്പയിൻ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പ്രൊമോട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. തേർഡ് ക്യാമ്പയിൻ ആണ് നമ്മുടെ ട്രാഫിക്. ട്രാഫിക് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ആഡ് റൺ ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സ് നമ്മുടെ ആഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം അവർ വേറൊരു സോഴ്സിലേക്ക് എത്തിക്കുകയാണ്. അതായത് വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോട്ടോ അവരെ എത്തിക്കുന്നതിനെയാണ് ഈ ഒരു ട്രാഫിക് ക്യാമ്പയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ലീഡ്സ് ആണ്. ലീഡ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി വേ കൂടെയാണ് നമുക്ക് ഈ ഒരു ലീഡ് ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു ആഡ് റൺ ചെയ്യിച്ചതിന് ശേഷം ആ ഒരു ആഡിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവരുടെ ആ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽ കളക്ട് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വേ കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സെയിൽസ് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ലീഡ്സിനെ ജനറേറ്റ് ചെയ്യാനും ഉള്ള ഒരു ഈസി വേ ആണ് നമുക്കവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് ക്യാമ്പയിൻ വരുന്നത് സെയിൽസ് ആണ്. ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിന് ഡയറക്ട്ലി ആ ഒരു ആഡ് വഴി തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് എടുപ്പിക്കാൻ പറ്റും. അതിനുള്ള ഒരു ക്യാമ്പയിൻ ആണ് നമ്മൾ ഈ ഒരു സെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫേസ്ബുക്കിലെ ഒരു ആഡ് റൺ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ക്യാമ്പയിൻസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും.